നമസ്കാരം. വെർബൽ അബ്യൂസ് അഥവാ വാക്കുകൾ കൊണ്ട് ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഫിസിക്കൽ അബ്യൂസിനെക്കാട്ടിലേറെ മാനസികപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വെർബൽ അബ്യൂസ്. അത് പ്രത്യേകിച്ച് ജെൻഡർ ബേസ് ചെയ്തിട്ട് ഒരു സെക്ഷൽ കണ്ടന്റ് ആയിട്ട് കണ്ടിട്ട് അതല്ലെങ്കിൽ അങ്ങനെ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അബ്യൂസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനസികപരമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ലൈംഗിക ഉപകരണമായി കണ്ടുകൊണ്ട് ഒരു സ്ത്രീയെ കുറിച്ച് സംസാരിക്കുന്നു, അത് അവൾ കേൾക്കുന്നു, അല്ലെങ്കിൽ അവളെ നിർത്തിക്കൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തേണ്ടി വരുന്നു. പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യാനോ പ്രതികരിക്കാനോ സാധിക്കാതെ വരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന മാനസിക ആഘാതം വളരെ വലുതാണ്. അപ്പൊ ഈ വെർബലി അബ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു സമയത്ത് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇത് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരോടുള്ള ഒരു സെൽഫ് റെസ്പെക്ട് പോകുന്ന ഒരു അവസരമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അവരെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് തന്നെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇങ്ങനെ ഒരു വെർബൽ അബ്യൂസ് നേരിടേണ്ടി വരുമ്പോൾ, അത് പ്രത്യേകിച്ച് ഒരു പബ്ലിക്കിൽ നേരിടേണ്ടി വരുമ്പോൾ, അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാതെയൊക്കെ വരുമ്പോൾ പിന്നീടായാലും പതുക്കെ പതുക്കെ അതൊരു ഡിപ്രഷനിലേക്ക്, ഒരു ആങ്സൈറ്റിയിലേക്ക്, ഒരു സെൽഫ് ഇമേജ് കളയുന്ന ഒരു കാര്യമായിട്ട്, സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഇല്ലാതാക്കുന്ന രീതിയിലോട്ടൊക്കെ അത് മാറാറുണ്ട്. അത് ഉറക്കക്കുറവും ആങ്സൈറ്റിയും ഒക്കെ പല രീതിയിൽ തന്നെ ഈ ഒരു മാനസിക ആഘാതത്തെ പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പൊതുസമൂഹം എന്ന രീതിയിൽ ഈ ഒരു സാഹചര്യത്തെ എംപതറ്റിക്കലായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരാൾ, അത് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും വേർബലി ആണെങ്കിലും, ആ ഒരു വേർബൽ അബ്യൂസ് അവർക്ക് വളരെയധികം മോശമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും അത് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്നും ആ സമയത്ത് അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി എടുക്കുന്നത് തന്നെ നല്ല മാനസികാരോഗ്യമുള്ള ഒരു ജനതയുടെ ലക്ഷണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും അതിനെ ബാധിക്കപ്പെട്ട ആളോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുസമൂഹം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്നത്, അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ പൊതു ഇടത്ത് വെച്ചിട്ട് കളിയാക്കപ്പെടുന്നത്, ഹ്യൂമിലിറ്റേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന, അവരുടെ എല്ലാ തരത്തിലുള്ള കോൺഫിഡൻസും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ, അത് ബുള്ളിങ് ഏത് രീതിയിലുള്ളതാണെങ്കിലും അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരം നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാർക്കെങ്കിലും ഉണ്ടാവുമ്പോൾ മാനസികപരമായിട്ടുള്ള ഒരു പിന്തുണ അവർക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതൊരു വെർബൽ അബ്യൂസ് ആണെന്നും വെർബലി അബ്യൂസ് ചെയ്യപ്പെടുന്ന അത്ര നല്ല കാര്യമല്ലെന്നും അത് അവരുടെ മാനസിക ആരോഗ്യത്തെ പല രീതിയിലും ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ പിന്തുണയും സഹാനുഭൂതിയും ഉണ്ടാവേണ്ടത് എന്നും കൂടി മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലൊരു മാനസികാരോഗ്യമുള്ള ജനത എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സഹായകമാകുമെന്ന് ഉള്ളൊരു ശുഭ പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം.